നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയ ഒരു ഓണക്കാല എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്ന ഒരു സ്പെഷ്യൽ പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. പാൽപ്പായസം ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ബേസിക്കലി വളരെ എളുപ്പമാണ് പാൽപ്പായസം തയ്യാറാക്കാനായിട്ട്. പക്ഷേ ഈ സ്പെഷ്യൽ പാൽപ്പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. സ്പെഷ്യൽ പാൽപ്പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഉണക്കലരി വേണം, 1/2 കപ്പ് ഉണക്കലരി. ഇത് പഞ്ചസാര, ഇത് ഒരു 1/2 കപ്പ് പഞ്ചസാരയുണ്ട്. പിന്നെ വാനില എസൻസ് വേണം. അതുപോലെ തന്നെ സ്ട്രോബെറി വേണം, സ്ട്രോബെറി 1 കപ്പ് ഇത് വേണം. പിന്നെ പാല് വേണം, പാല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 1 ലിറ്റർ പാലാണ്. ഇത്രയാണ് നമുക്ക് ഈ സ്പെഷ്യൽ പാൽപ്പായസം തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഇത് സ്ട്രോബെറി, ഈ 1 കപ്പ് സ്ട്രോബെറി ഈ പാനിൽ ചേർത്ത് അല്പം പഞ്ചസാരയും ചേർത്ത് നമുക്കൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം. സ്ട്രോബെറിക്ക് പുളി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് സ്ട്രോബെറിയുടെ സീസണിൽ വാങ്ങിച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന സ്ട്രോബെറിയാണ്. ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഉടഞ്ഞ് കിട്ടും. പഞ്ചസാരയൊക്കെ ഒന്ന് അലിക്കണം, അതുപോലെ സ്ട്രോബെറിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വെന്ത് കിട്ടണം. ഞാനിവിടെ 1 ലിറ്റർ പാല് ഇതും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉണക്കലരി അല്പം വെള്ളവും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ സ്ട്രോബെറിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമ്മൾ പഞ്ചസാരയും സ്ട്രോബെറിയും മാത്രം ചേർത്ത് വേവിക്കാൻ വെച്ചതാണ്. അത് വെന്ത് ഞാനൊന്ന് ചെറുതായിട്ട് മാഷ് ചെയ്ത് കൊടുത്തു. വെന്തിട്ടുണ്ടത്. ഇനി ഇത് പാല് നമ്മൾ തിളപ്പിക്കാൻ വെച്ചതാണ്. പാല് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉണക്കലരി കുക്കറിൽ ഒരു വിസിലടിച്ചൊന്ന് കുറച്ചൊന്ന് വേവിച്ച് വെച്ചതാണ്. കുറച്ച് ഉപ്പും ചേർത്തു, എന്നിട്ടൊന്ന് വേവിച്ച് വെച്ചതാണ്. ഒത്തിരി നന്നായിട്ടൊന്നും വെന്തിട്ടില്ല. ഇനി നമുക്കിത് 1/2 കപ്പ് ഉണക്കലരിയാണ് ഞാൻ എടുത്തത്. നമുക്ക് പാലിലിട്ടിട്ട് ബാക്കി പാലിൽ കിടന്ന് ഇത് ബാക്കി വേവാം. നമ്മൾ സ്ട്രോബെറിയിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ഈ പാൽപ്പായസമാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അരി ഒന്ന് കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. വെന്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർക്കാം. നമ്മൾ ഈ ഉണക്കലരി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ പാൽപ്പായസത്തിന് സാധാരണ നമുക്കൊരു പിങ്ക് കളറ്, ഒരു ലൈറ്റ് പിങ്ക് കളർ കിട്ടുന്നത് അതുകൊണ്ടാണ്. ഇതിപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ സ്ട്രോബെറിയും കൂടി ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു കളർ കിട്ടും. ഈ സ്ട്രോബെറിക്ക് പുളിയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് നമ്മൾ വേവിച്ച് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതാ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തുള്ളൂ. നമ്മുടെ സ്ട്രോബെറിയിലും മധുരം ഉണ്ടല്ലോ. സ്ട്രോബെറി നമ്മൾ പഞ്ചസാര നല്ലോണം ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും പഞ്ചസാര ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചത്. നമ്മുടെ ഉണക്കലരിയൊക്കെ ഈ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി തീ നിർത്താം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കണം. സാധാരണയായിട്ട് നമ്മൾ ഏലക്കാപ്പൊടിയൊക്കെ ആണല്ലോ പായസത്തിന് ചേർക്കാറ്. ഇത് പക്ഷേ സ്ട്രോബെറിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി വാനില എസൻസാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മതി വാനില എസൻസ്. ഇത് നമുക്ക് ശരിക്കും തണുപ്പിച്ച് കഴിക്കാവുന്ന പായസമാണ്. ചൂടോടെയും കഴിക്കാം, പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് തണുപ്പിച്ച് കഴിക്കുന്നതാണ്. നമ്മൾ പൈനാപ്പിൾ പായസമൊക്കെ ആണെങ്കിലും നമ്മൾ പാലൊക്കെ ചേർത്ത് സേമിയ അല്ലെങ്കിൽ ചൗരിയൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പം നമ്മൾ ഡെസേർട്ടായിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. പായസം എന്ന് പറയും, പക്ഷെ എന്നാലും ഒരു പുഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ടേസ്റ്റാണല്ലോ അതിന്. അപ്പം നമ്മൾ പായസമാണെങ്കിലും കുറച്ചുകൂടി ഡെസേർട്ടായിട്ട് നമുക്ക് കഴിക്കാനാണ് കുറച്ചുകൂടി നല്ലത്. അതുപോലെ ഒന്നാണ് ഈ സ്ട്രോബെറി പാൽപ്പായസവും. ഇല്ല, നമ്മുടെ പാൽപ്പായസത്തിൻ്റെ നല്ല ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചല്ലോ സ്ട്രോബെറിയും പഞ്ചസാരയും കൂടി വേവിച്ചത്, ഇത് ചേർക്കാം. ഇത് കുറച്ച് വീതം ഇളക്കി ചേർക്കാം. ഇത് നമ്മുടെ സ്ട്രോബെറി ചേർത്ത പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് പാർത്താം. ഞാനിന്നിവിടെ തയ്യാറാക്കിയത് സ്ട്രോബെറി ചേർത്ത പാൽപ്പായസമാണ്.
ഇത് സ്ട്രോബെറിയും ഈ പാലും ഒക്കെ നമുക്കറിയാം. നമ്മൾ സാധാരണയായിട്ട് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ട്രോബെറിയും പാലും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഷേക്കും പുഡിങ്സും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് ഒന്നും കൂടി നല്ലത്. അപ്പം ഈ പായസം തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.